ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചത്. ഇനി വീഡിയോയിലോട്ട് കിടക്കാം. ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പീസ് ചുക്ക്, 3/4 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് തുളസിയില, ഒരു പീസ് കരിപ്പട്ടി, ഇത്രയും എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് ചുക്ക് കാപ്പിക്ക് ഇത്രയും കരിപ്പട്ടി വേണം. ഇനി ചുക്കും കുരുമുളകും കൂടി നല്ലതുപോലെ ചതച്ചെടുക്കണം. പച്ചമല്ലി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ട് ചതച്ചെടുക്കണം. ഇതിലിട്ട് പൊടിച്ചെടുക്കുക. ഇതേപോലെ പൊടിച്ചെടുക്കണം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയതുകൊണ്ട് നല്ലതുപോലെ പൊടിഞ്ഞു. ഞാൻ 2 ഗ്ലാസ് കാപ്പിയാണ് ഇടുന്നത്. അതിന് 2.5 ഗ്ലാസ് വെള്ളം എടുത്തു. ഇത് 1/2 ഗ്ലാസ് വറ്റിച്ചെടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് കിട്ടും. ഇനി ഇതിലോട്ട് ചുക്കിട്ട് കൊടുക്കാം. കുരുമുളകും ചതച്ചെടുത്തു, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തുളസിയില ചെറുതായിട്ട് മുറിച്ചെടുത്തു. തുളസിയിലയുടെ ഗുണങ്ങളെല്ലാം വെള്ളത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടിയാണ് മുറിച്ചിടുന്നത്. ഇനി കരിപ്പട്ടി കൂടെ ചേർത്ത് കൊടുക്കാം. തിളയ്ക്കുമ്പോൾ കരിപ്പട്ടി ഉരുവി വരും. ഇപ്പോൾ അടുപ്പിൽ വെച്ച് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിടാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു. കരിപ്പട്ടിയും നല്ലതുപോലെ ഉരുവിയിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ് വെള്ളം വറ്റി 2 ഗ്ലാസ് ആവുന്നത് വരെ ഇതിനെ തിളപ്പിക്കണം. നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇപ്പോൾ കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സമയമല്ലേ, അപ്പോൾ ഇതേപോലെ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇതുണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ചൂടോടെ കുടിക്കണം. തൊണ്ടവേദന വരുന്നവർ എപ്പോഴും ചൂടുവെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും തുളസിയിലയുടെയും ഗുണങ്ങൾ ഈ വെള്ളത്തിൽ നന്നായി ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. ഇതിൽ മധുരവും എരിവും എല്ലാം കറക്റ്റിനുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വറ്റി തുടങ്ങി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ അരിച്ചതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ചുക്ക് കാപ്പി റെഡിയായി. ഇതിൽ എരിവും മധുരവും എല്ലാം കണക്കിനുണ്ട്. 2 ഗ്ലാസ് കാപ്പിക്ക് ഞാൻ എടുത്ത അളവിലെല്ലാം ചേർക്കണം. കൂടുതൽ വേണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതൽ എടുക്കണം. ഇത് ചുമയ്ക്കും പനിക്കും ജലദോഷത്തിനും എല്ലാം നല്ലതാണ്. ജലദോഷം തുടങ്ങുമ്പോൾ തന്നെ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കണം. അപ്പോൾ ജലദോഷം കൂടില്ല. കുടിക്കുന്ന വെള്ളത്തിൽ തുളസിയിലയിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കുടിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.